കായ് കബീലയിലെ അപായസൂചകമായ മദ്ദളത്തിന്റെ ശബ്ദം മുഴങ്ങി. കബീല നിവാസികളെല്ലാം വളരെ ആകാംക്ഷയോടെ പുറത്തേക്കിറങ്ങി. ഗുരുതരമായ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്ന ബംസിയും ഈ ശബ്ദം കേട്ടുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് പുറത്തേക്കിറങ്ങി വന്നു. ഭാര്യ അസ്മ തടയാൻ ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല. അദ്ദേഹം കൂടാരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കായ് കബീലയുടെ പതാക പുതച്ച് ദുന്ദാറിന്റെയും ഹൈമി ഹാത്തന്റെയും നേതൃത്വത്തിൽ ഒരു മൃതദേഹവുമായി കബീലയിലേക്ക് വരുന്ന ഒരു സംഘത്തെയാണ് ബംസി കാണുന്നത്. ഉടനെ തന്നെ സർവ്വനിയന്ത്രണവും വിട്ട് ബംസി അങ്ങോട്ട് കുതിച്ചു. കബീലയിലേക്ക് വരുന്ന സംഘത്തെ തടഞ്ഞുകൊണ്ട് ബംസി ചോദിച്ചു, ഇത് ആരുടെ മൃതദേഹമാണ്? കരഞ്ഞു തളർന്ന ആ സംഘത്തിൽ നിന്ന് അതിന് മറുപടിയൊന്നും ഉണ്ടായില്ല. ഉടനെ തന്നെ ബംസി അവരെ തടഞ്ഞ് മൃതദേഹം താഴെ വെപ്പിച്ചു. തുടർന്ന് അദ്ദേഹം കായ് പതാക ഉയർത്തി മൃതദേഹം കാണാൻ ശ്രമിച്ചു. ഹൈമി യാത്തൻ അദ്ദേഹത്തെ തടഞ്ഞു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അരുത് ബംസി, ഇത് കത്തിക്കരിഞ്ഞ് നമ്മുടെ സർദാറിന്റെ മൃതദേഹമാണ്. ബംസിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് കേട്ട് കബീലയിലെ ആബാലവൃദ്ധം ജനങ്ങൾ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഇതേ സമയം സുൽത്താൻ അലാഹുദ്ദീന്റെ അടുത്തേക്ക് പുറപ്പെട്ട തുർക്കുത്തിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സംഘവും അങ്ങോട്ടെത്തിച്ചേർന്നു. കായ് കബീലയുടെ പതാക പുതച്ച മൃതദേഹത്തിനു ചുറ്റും കൂടിയിരുന്ന് കരയുന്ന കബീലക്കാരെയാണ് അവർ കാണുന്നത്. ഉടനെ തന്നെ തുർക്കുത്ത് ഉത്കണ്ഠയോടുകൂടെ ചോദിച്ചു, ഇത് ആരുടെ മൃതദേഹമാണ്? ഇത് നമ്മുടെ സർദാറിന്റെ ഭൗതിക ശരീരമാണെന്ന് കേട്ടതോടെ തുർക്കത്തിനും സംഘാംഗങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഒരു കൂട്ടക്കരച്ചിലായിരുന്നു. തുടർന്ന് ആ ഭൗതിക ശരീരം മർക്കസുൽ കൈമിലേക്ക് കൊണ്ടുപോയി. ഇതേ സമയം കാരാജയ്സർ കോട്ട ആഘോഷത്തമർപ്പിലായിരുന്നു. മദ്യപിച്ചു മതോന്മത്തരായ പടയാളികൾ മാതക റാണിമാരുമൊത്ത് നൃത്തം ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഗവർണർ ആറസും അദ്ദേഹത്തിന്റെ സഹായി ലൂക്കോസും അങ്ങോട്ട് വന്നത്. തുടർന്ന് നൃത്തം ചെയ്യുന്ന തന്റെ പടയാളികളെ അഭിസംബോധനം ചെയ്ത് അദ്ദേഹവും ആഘോഷത്തിൽ പങ്കുചേർന്നു. അല്പസമയത്തിന് ശേഷം പരിചാരകൻ വന്നുകൊണ്ട് ഗവർണർ ആറസിനോട് അനുമതി ചോദിച്ചു. പ്രശസ്തനായ വ്യാപാരി സിംകോ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. അനുമതിക്കായി കാത്തു നിൽക്കുന്നുണ്ട്. ആറസ് അനുമതി നൽകി. സിംകോ ആഗമനോദ്ദേശം അറിയിച്ചു. കാരാജയ്സർ കോട്ടയിൽ കച്ചവടം തുടങ്ങാൻ താൻ താൽപ്പര്യപ്പെടുന്നുണ്ടെന്നും അതിന് ഗവർണറുടെ സഹായം വേണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഉടനെ തന്നെ ആറസ് അനുമതി നൽകി. പ്രത്യുപകാരമായി താൻ കൊണ്ടുവന്ന സുന്ദരികളായ അടിമ സ്ത്രീകളെ സിംകോ ഗവർണറുടെ മുമ്പിൽ കാഴ്ചവെച്ചു. എന്നാൽ ആറസ് അതിസുന്ദരിയായ മാരിയ എന്ന യുവതിയെ മാത്രമാണ് സ്വീകരിച്ചത്. തുടർന്ന് അദ്ദേഹം തന്റെ സഹായി ലൂക്കോസിനോട് ഇങ്ങനെ പറഞ്ഞു, മാരിയക്കുള്ള വിശ്രമമുറി ഒരുക്കുക. നാളെ എർത്തുറുൽ ഗാസിയുടെ ശവസംസ്കാരത്തിന് ശേഷം ഞാൻ അവരോട് സംസാരിക്കാം. ഇതേ സമയം മർക്കസുൽ കൈമയിൽ മൃതദേഹത്തിന് ചുറ്റും കൂടിയിരുന്ന് എല്ലാവരും കരയുകയാണ്. ഇതിനിടയിൽ ഹലീമ സുൽത്താന ഗാസിയുടെ കടാരയെടുത്ത് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഗാസിയുടെ വധത്തിനുള്ള പ്രതികാരം 40 ദിവസത്തിനുള്ളിൽ തന്നെ നടത്തും. തുടർന്നവർ കടാര മൃതദേഹത്തിന് മുകളിൽ വെച്ചു. ഇതിനിടയിൽ ഗുന്ദൂസ് അങ്ങോട്ട് കടന്നു വന്നുകൊണ്ട് മൃതദേഹത്തിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, അബ്ബ കണ്ണു തുറക്കൂ, അബ്ബ എഴുന്നേൽക്കൂ. ഇത് കണ്ട് അവിടെ കൂടി നിന്നവരെല്ലാം ഹൃദയം പൊട്ടിക്കരഞ്ഞു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ മർക്കസുൽ കൈമയുടെ ചുറ്റും കായ് ഗ്രാമവാസികൾ തടിച്ചുകൂടി. അമീർ സാദദ്ദീനും അവിടെ എത്തിച്ചേർന്നിരുന്നു. കായ് ഗ്രാമവാസികൾ ഒന്നടങ്കം അണിചേർന്ന് തുർക്കത്തിന്റെ നേതൃത്വത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട സർദാറിന് വേണ്ടിയുള്ള അന്ത്യപ്രാർത്ഥന നടത്തി. തുടർന്ന് അദ്ദേഹം സദസ്സിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഈ കിരാതമായ ആക്രമണം ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നാം കനത്ത തിരിച്ചടി നൽകുക തന്നെ ചെയ്യും. ഉടനെ തന്നെ എല്ലാവരും വാളുകൾ ഉയർത്തി ദിഗന്ധങ്ങൾ പൊട്ടുമാർ ഉച്ചത്തിൽ തക്ബീർ മുഴക്കി. ഇതിനിടയിൽ ഗവർണർ ആറസ് തന്റെ ഭടന്മാരോടൊപ്പം അങ്ങോട്ടെത്തി ഗാസിക്ക് അന്ത്യോപചാരമർപ്പിച്ചു. തുടർന്ന് അദ്ദേഹം ദുന്ദാറിനോട് ഇങ്ങനെ പറഞ്ഞു, എർത്തുറുൽ ധീരനും നീതിമാനുമായൊരു പോരാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കൊലയാളികളെ പിടികൂടാൻ എല്ലാവിധ സഹായങ്ങളും ഉറപ്പു നൽകുന്നു. തുടർന്ന് മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടി വിലാപയാത്രയായി കായ് നിവാസികൾ തൊട്ടടുത്ത ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. ഇതേ സമയം ആറസ് അത്യധികം സന്തോഷത്തോടുകൂടി അമീർ സാദദ്ദീനോട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് മുന്നിലെ വലിയൊരു തടസ്സമാണ് നീങ്ങിയത്. ഇനി കൂടുതൽ വൈകാതെ തന്നെ സെൽജൂക്കുകളുടെ പരമാധികാരം അങ്ങയിൽ എത്തിച്ചേരും. മറുപടിയായി അമീർ സാദദ്ദീൻ പറഞ്ഞു, തീർച്ചയായും, എന്നാൽ ഞാൻ പറയുന്നതുവരെ ശാന്തമായിരിക്കണം.
തീർച്ചയായും ഇതിന്റെ പ്രത്യുപകാരം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പിടക്കുന്ന ഹൃദയത്തോടും വിങ്ങുന്ന മനസ്സോടും കൂടിയാണ് കായ് നിവാസികൾ മൃതദേഹം മറവ് ചെയ്തത്. തുടർന്ന് ഖുന്ദൂസ് ഗാസിയുടെ തൊപ്പി ഖബറിന് മുകളിൽ വെച്ചു. അധികം വൈകാതെ തന്നെ കബീലയിലെ നേതാക്കളെല്ലാം മർക്കസുൽ ഖൈമയിൽ ഒരുമിച്ചുകൂടി ദുന്ദാറിനെ പുതിയ നേതാവായി തിരഞ്ഞെടുത്തു. ഇതേ സമയം കോടി വനത്തിനു പുറത്തുള്ള ഇരുൾ മൂടിക്കെട്ടിയ മറ്റൊരു നിബിഡ വനത്തിലെ രഹസ്യ ഗുഹയിൽ മാരകമായി പരിക്കുപറ്റിയ എർത്തുറുൽ ഗാസി കിടക്കുന്നുണ്ടായിരുന്നു. ആശ്ചര്യജനകമായ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. ഉടനെ തന്നെ ഗുഹയിലുണ്ടായിരുന്ന വയോധികൻ ഗാസിക്ക് വെള്ളം നൽകുകയും ചെയ്തു.